ശിവരാമൻ ക്ഷമിക്കണം. ഇവൻ ഈ ഒരു മാർഗമേ അറിയൂ. ശിവരാമനോട് സോറി പറയ. സോറി. താങ്ക് യു. ശിവരാമൻ ഇരിക്കെ. ഞാൻ പാർവതിയെ കാണാൻ വന്നതാ. പ്രവീൺ എന്ന പേര്. ഓ, പാർവതി പറഞ്ഞിട്ടുണ്ട്. സാധാരണ എത്ര എണ്ണം വരെ കഴിക്കും? ഏതാണ്ട് ഒരു 7-8 എണ്ണം വരെ ഞാൻ എണ്ണം. അത് കഴിഞ്ഞ് എന്റെ എണ്ണം തെറ്റും. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വേണ്ട, എന്റെ കൂടെ കഴിക്കുമ്പോ ഒരു നിബന്ധനയേ ഉള്ളൂ. ഞാൻ കുടിക്കുന്നതിൽ ഒരെണ്ണം കൂടുതൽ കഴിക്കണം. ഓക്കെ, I'll try. Cheers. Oh, cheers. No. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല പ്രവീൺ. ഇവരൊക്കെ നല്ല ആളുകളാ. അച്ഛൻ വരുന്നവരെ ഞാൻ ഇവിടെ നിന്നോളാം. അതൊന്നും ശരിയാവില്ല. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. കൂടെ വന്നേ പറ്റൂ. നിനക്കെന്താ ഒരു ഭാവമാറ്റം? ഭയങ്കരൻ ഭയങ്കരൻ. ഈ വയറേണ്ട തോന്നൂല്ല, ഇതൊരു ഗോഡൗൺ. സത്യം പറയാലോ, എനിക്കങ്ങ് ഇഷ്ടമായി. നിങ്ങൾ ഈ ബാങ്കൊക്കെ നിർത്തിയിട്ട് ഒരു ബാർ തുടങ്ങി, ഞാനും കൂടാം. സംസാരിച്ച് സമയം കളയണ്ട. വാ, ഒന്ന് വണ്ടി കയറി. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പ്രവീൺ പോയിക്കോളൂ. ബോംബെയിലെ ധാരാവി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ തുടങ്ങി. അവിടെ നിന്ന് ഇവിടം വരെ എത്തുന്നതിനിടയിൽ കൊല്ലാൻ വരുന്നവന്റെ കണ്ണിന്റെ ശൗര്യവും പ്രാണഭയത്തോടുള്ള നോട്ടവും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം അവന്റെ ഉള്ളിൽ എന്താണെന്ന്. എന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ എക്സ്റേ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. 2 കുപ്പി വാറ്റ്, ഇപ്പൊ 6 പെഗ്, അത്രേ ഉള്ളൂ. ഈ ഉള്ളു ശുദ്ധവാസം. എനിക്ക് എന്റെ മകളെ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഓ, പിന്നെ സാബ് വിചാരിക്കുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ. ഇതിന്റെ പിന്നില് വേറെ ചില ചുറ്റിക്കളികളുണ്ട്. അത് വഴിയെ മനസ്സിലാവും. സ്റ്റെയർകേസ് അവിടെ പോയി. സ്റ്റെയർകേസ് അവിടെയാ. ഇവിടെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉപകാരം ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക്. ഒന്ന് തെങ്കാശിക്ക് പോകണം. ആ ബംഗ്ലാവാകെ അഴിക്കുടിച്ചെടുക്കുക. ഒന്ന് തൂത്ത് തുറക്കണ്ടേ? കഴിഞ്ഞ ആഴ്ചയല്ലേ താൻ പോയത്? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തൂത്ത് തുറച്ചില്ലെങ്കിൽ ബംഗ്ലാവല്ല ബംഗ്ലാദേശ് വരെ അഴിക്കുടിക്കും. അതങ്ങനെ മനസ്സിലാവാനാ? ഇടക്കൊക്കെ പത്രം വായിക്കണേ. ഇതിലൊന്നുമല്ലല്ലോ ശ്രദ്ധ. നീ ആ ജമീൻദാറിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുപോലൊരു ജന്തുവിനെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എന്നാ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു ജന്തുവിനെ. വാ. இந்த சிதம்பரத்துக்கு இது 1ஆம் பாரிய, அது 2ஆம் பாரிய. இந்த 2 பாரியமார்க்கும் ஒரு சின்ன தங்கச்சி வேணும்னு ஆசைப்பட்டிருக்கு. அதுக்காக நான் 3ஆவது கல்யாணம் செய்ய போறேன். சந்தோஷம் தானே? ஓ, இவ்வளவு சந்தோஷமா? பெண்ணினை கூட்டி உள்ளே போ. போடி. சந்தோஷம் தானே? இந்த அப்பாவுக்கு கல்யாணம் சல்லி செய்யக்கூடாது. கொரக்கு நம்ம கொல்லும் பண்ணி മുണ്ടായിക്കാൻ നോക്കണ മക്കളാ മക്കള്. പൊടി. അപ്പനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത മക്കൾ. എനിക്കിന്ന് മാങ്കൽ പൊടി തളച്ചി. മീനാക്ഷി, നമുക്ക് ഹണിമൂണിന് എങ്കേ പോകണം? സൂയിസൈഡ് പോയിന്റിക്ക് പോണം. മനുഷ്യനെ നാണം കെടുത്താൻ വന്നോളും ശവങ്ങള്. മക്കളാ മക്കൾ. ഗുലേബ കവലി. മനസ്സിലായില്ലേ? വണക്കം. പ്രവീൺ വരலையா? ഉടനെ എത്തും.
താലി കെട്ടാൻ സമയത്ത് കൃത്യമായിട്ട് എത്തുമെന്ന് പറഞ്ഞു. വരണം. പ്രവീണില്ലാതെ എനിക്കെന്ത് മാംഗല്യം? എന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്ക് കാരണം അവനല്ലേ? ചണ്ടി, എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. 1 minute. ഗുലേബ കവലി, இந்த ஜமீன்தார் வந்து പാർവതി, ഏയ് പാർവതി, കരയാതെ. എന്തിനെങ്കിലും വീണ്ടും വീണ്ടും കല്യാണം കഴിക്കണേ? ഇന്ത്യ എന്തിനാ വീണ്ടും വീണ്ടും ഉപഗ്രഹങ്ങൾ വിടുന്നത്? ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി. ഇന്ത്യക്ക് മാത്രം മതി വികസനം, അണ്ണനും വേണ്ട വികസനം. കരയാതെ, അണ്ണനൊന്ന് വികസിച്ചോട്ടടി. யாரு? കൃഷ്ണനെ കല്യാണത്തിനല്ലേ ഇവിടെ? എന്നാ? നിനക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിനല്ല ഇവിടെ വന്നത്. അതെ. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തട്ടെ. ഇതാരാ? ഞാൻ ഇതുപോലെ രക്ഷപ്പെടുത്തിയ വേറൊരു കുട്ടിയാ. ഞാൻ ഇങ്ങനെ എല്ലാരെയും രക്ഷപ്പെടുത്തും. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. നീ എനിക്ക് 3-4 ഉപകാരങ്ങൾ ചെയ്യണം. ഫസ്റ്റിലെ കൊഞ്ചം തണ്ണി അമ്മ പ്ലീസ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ഓടിയിട്ടില്ല. 1.25 മൂടിഞ്ഞ ഓട്ടം. കള്ളന്റെ മോനെ, എന്തെങ്കിലും എന്റെ കൈ കിട്ടിയ അവന്റെ മറ്റേ കാലം ഞാൻ തല്ലി ഓടിക്കും. തണ്ണി എങ്കമ്മാ കൊണ്ടുവരേ? ബെഡ്റൂമുക്ക്. ഓ, വണക്കം. അവളോടൊപ്പം വെള്ളമായിട്ട് ബെഡ്റൂമിലെ കല്യാണത്തിന് മുമ്പേ പെണ്ണ് ബെഡ്റൂമിൽ കയറി, അതും വെള്ളമായിട്ട്. இந்த தண்ணீர் தொட்டி தேடி வந்த கண்ணு கட்டி நான், கண்ணீர் தொட்டி தேடி வந்த கண்ணை கட்டி நான், இந்த சூரிய வழிக்கு சேர்ந்து விடுந்தது மாமி. சாரா என்ன ஊத்த கண்ண பாட்டு, சாரா என்ன ஊத்த கண்ணால பாட்டு. இந்த தண்ணீர் தொட்டி தேடி வந்த கண்ணு கட்டி நான், கண்ணீர் தொட்டி தேடி வந்த கண்ணை கட்டி நான்.